ബട്ടർഫ്ലൈ സ്വിമ്മിങ്ങിൻ്റെ പുള്ളിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അദ്ദേഹം അതിനകത്ത് കാണിച്ചു തരുന്നത് കണ്ടോ, കൈയിൻ്റെ പത്തി, അതുപോലെ കൈമുട്ട്, അതുപോലെ കൈയിൻ്റെ ഷോൾഡർ, അതിൻ്റെ പൊസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കുക. അദ്ദേഹം ചെയ്യുന്നതുണ്ട്, മുകളിലുള്ള വെള്ളത്തിലുള്ള പൊസിഷനും നോക്കുക. കൈയിൻ്റെ പത്തി നേരെ അടിയിലേക്കാണ്, കൈയിൻ്റെ മുട്ട് മുകളിലേക്കാണ് വരുന്നത്, ഷോൾഡറിൻ്റെ ലെവലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ പുള്ള് നമ്മൾ മൂവ് ചെയ്യാനായിട്ട്. കണ്ടോ, മൂവ് ചെയ്ത് നേരെ കാലിൻ്റെ അവിടേക്ക് കൈ വരികയാണ് ചെയ്യുന്നത്. അതിന് ശേഷമായിരുന്നു കൈ എടുത്തിടുന്നത്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത്. ഒട്ടനവധി പേര് ഈ ഒരു തെറ്റാണ് ചെയ്യുന്നത്. കൈ ഒരിക്കലും അടിയിൽ കുത്താനായിട്ട് പാടില്ല, അതുപോലെ മുട്ട് ഒരിക്കലും അടിയിൽ വരരുത്, അത് തെറ്റാണ്. അത് മുകളിലേക്കാണ് വരേണ്ടത്. അദ്ദേഹം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കണ്ടോ, മുട്ടിൻ്റെ പൊസിഷൻ കണ്ടോ, ഇത് കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ മുട്ടിൻ്റെ പൊസിഷൻ മുകളിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ കൈപ്പത്തി അടിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾ മറക്കരുത്. ബട്ടർഫ്ലൈനെ സ്നേഹിക്കുന്ന, ബട്ടർഫ്ലൈ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അടുത്തത് വെള്ളത്തിൽ ചെയ്യുന്നതാണ്. ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നിങ്ങളെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.